ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. UIDAI വന്നിട്ട് ആധാറിന്റെ ഒരു പുതിയ പോർട്ടൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ആധാർ കാർഡിൽ എന്തെങ്കിലും അപ്ഡേഷൻ ചെയ്യണമെങ്കിലോ അതോ PVC കാർഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടോ അതേപോലെ നിങ്ങളെ ഫോൺ നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അതോ നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്തിൽ എന്തെങ്കിലും കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടോ അതോ പേരിൽ കറക്ഷൻ ചെയ്യാനോ അതോ ഫാദർ നെയിമിൽ എന്തെങ്കിലും കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടോ അതിന് വേണ്ടിയിട്ടൊക്കെ ഈ സർവീസ് വന്നിട്ട് വളരെ ഈസി ആയിരിക്കുകയാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഇനിയും സർവീസുകൾ നിങ്ങൾക്ക് ഈ പോർട്ടലിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരും ഈ സർവീസസ് തന്നെ എങ്ങനെ ആക്സസ് ചെയ്യുക, ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഈ പോർട്ടലിലൂടെ, എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ നമുക്കൊന്ന് കാണാം. വരൂ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങളെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ചെയ്യുക myAadharBeta.UIDAI.gov.in. സെർച്ച് ചെയ്ത് ഓപ്പൺ ആയി വരുമ്പോൾ ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ ഈ പോർട്ടലിന്റെ ഒരു ചെറിയ ഡെമോ ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇതിനെ കട്ട് ചെയ്ത് വിടാം. ഇവിടെ ഫസ്റ്റ് നമുക്ക് ഒരു ചില കോളംസ് കാണാൻ പറ്റും. അഥവാ നിങ്ങൾ ആധാർ കാർഡിനെ അപ്ഡേറ്റ് ചെയ്യണ ഇവിടെ ഓപ്ഷൻ കാണാൻ പറ്റും. അഥവാ നിങ്ങൾ ആധാർ കാർഡിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾ ആധാറിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ഇപ്പോഴത്തെ സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആധാറിനെ ലോക്ക് ചെയ്യാൻ പറ്റും. എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അൺലോക്കും ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് പുതിയ ആധാർ കാർഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഇനിയും കുറെ സർവീസസ് ഇവിടെ കാണാൻ പറ്റും. അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഫസ്റ്റ് നമുക്ക് ഇവിടെ ലോഗിൻ ചെയ്യണം. ബേസിക് സർവീസസ് എല്ലാം ഇവിടെ ഫ്രണ്ടിൽ കാണുന്നുണ്ടാകും. മെയിൻ സർവീസസ് എല്ലാം നമുക്ക് ലോഗിൻ ചെയ്തതിനു ശേഷം നമുക്ക് ചെയ്യാൻ പറ്റും. അതിനു മുമ്പ് ഞാൻ ഫസ്റ്റ് ലോഗിൻ ചെയ്യണ മുമ്പ് എന്തൊക്കെ ഡീറ്റെയിൽസ് സർവീസസ് എല്ലാം കാണാൻ പറ്റും ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇവിടെ ഈ ഒരു സെക്ഷൻ കാണുമ്പോൾ അഥവാ ആരെങ്കിലും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ, എങ്ങനെ വെച്ചാൽ നിങ്ങളെ ഗ്രാൻഡ് ഫാദർ അതോ ഗ്രാൻഡ് മദർ ആണോ, അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സർവീസ് ചെയ്യാൻ പറ്റും ആ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഥവാ ഞാൻ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും സെപ്പറേറ്റ് ആയിട്ട് സീനിയർ സിറ്റിസന്റെ സെപ്പറേറ്റ് പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സർവീസ് ചെയ്യാൻ പറ്റുമോ അത് ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോഴത്തെ സമയത്തിൽ അവർക്ക് ഗവൺമെന്റ് സൈഡിൽ നിന്ന് കിട്ടുന്നത് ഓരോ എമൗണ്ട് ഒക്കെ അവർ ഡയറക്റ്റ് ആയിട്ട് ബാങ്കിൽ സെൻഡ് ചെയ്യില്ല, അവർ ഡയറക്റ്റ് ആയിട്ട് ആധാർ കാർഡിലൂടെയാണ് സെൻഡ് ചെയ്യുന്നത്. സോ അതിന്റെ ഡീറ്റെയിൽ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യണോ അതേപോലെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എന്താ വെച്ചാൽ എൻറോൾമെന്റ് വന്നിട്ട് 10 വർഷത്തിന്റെ മുകളിലാണെങ്കിൽ അപ്പോൾ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഥവാ നിങ്ങളുടെ കയ്യിൽ ഫിസിക്കൽ ആധാർ കാർഡ് ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അഥവാ ഓതന്റിക്കേഷൻ ഹിസ്റ്ററി കാണുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് വന്നിട്ട് വളരെ യൂസ്ഫുൾ ഫീച്ചർ ആണ്. ഇതിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ആധാർ കാർഡ് വന്നിട്ട് എവിടെയൊക്കെ ഓതന്റിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അതേപോലെ നിങ്ങൾ ആധാർ കാർഡിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ബയോമെട്രിക് ലോക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങൾ ആരെങ്കിലും വാടകയ്ക്ക് വിട്ടിരിക്കുന്നോ അത് ജോലിക്ക് വിട്ടിരിക്കണമെങ്കിൽ അവരെയും ആധാർ കാർഡ് ഇവിടെ വെരിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുമ്പോൾ ഏതൊക്കെ സീനിയർ സിറ്റിസണുകൾ ഉണ്ടോ അവർക്ക് ഏതൊക്കെ സർവീസസ് ആവശ്യമുണ്ടോ അതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് കാണാം ഇവിടെ ന്യൂ മാരീഡ് കപ്പിൾ ആണെങ്കിൽ അതേപോലെ എല്ലാവരും മനസ്സിലൊരു സംശയങ്ങൾ കാണാം. കല്യാണങ്ങൾ കഴിഞ്ഞ ശേഷം നമുക്കിവിടെ അതിനുശേഷം ആ കപ്പിളിന്റെ അടുത്ത് പുതിയ ഡോക്യുമെന്റ് പ്രൂഫുകൾ കാണൂല. എന്ന് വെച്ചാൽ ഒരു വുമൻ കല്യാണം കഴിഞ്ഞ ശേഷം വേറെ വീട്ടിലേക്ക് പോകുമ്പോൾ അപ്പോൾ അവരെ ഐഡിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നേരത്തെ അവരെ ആധാർ കാർഡിൽ അവരെ പേര് അവരെ ഐഡന്റിറ്റിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വുമൻ വന്നിട്ട് മാരീഡ് ആയി കഴിയുമ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ വെച്ചാൽ നമ്മളിവിടെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഫൈൽ ഫുള്ളും കാണാൻ പറ്റും. ഏതൊക്കെ സർവീസസ് നമുക്ക് യൂസ് ആകുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ന്യൂ ഹോം. എന്ന് വെച്ചാൽ ഒരു വുമൻ വന്നിട്ട് വേറെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ അവരെ അഡ്രസ്സ് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അപ്ഡേറ്റ് അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ സർനെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ അതോ ഹസ്ബൻഡിന്റെ പേര് ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കാണുമ്പോൾ ഡോക്യുമെന്റ് ബേസ്ഡ് അപ്ഡേഷന്റെ ഇവിടെ പോർട്ടൽ കാണാൻ പറ്റും. ഇത് പോയിട്ട് വേറെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു പുതിയതായിട്ട് വരുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെ ഹസ്ബൻഡിന്റെ പേര് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഓപ്ഷൻ ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആധാർ കാർഡിൽ ഏത് ഫോൺ നമ്പർ ആണോ ലിങ്ക് എന്നെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഓപ്ഷൻ കാണാൻ പറ്റും. അതിന്റെ കൂടെ പുതിയ ഫോൺ നമ്പർ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അതേപോലെ നിങ്ങളെ നെയിമിൽ എന്തെങ്കിലും കറക്ഷൻ ചെയ്യണമെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങൾ ആധാർ സേവാ കേന്ദ്ര ഓഫീസിൽ പോയി ചെയ്യേണ്ടി വരുമോ അതോ ഏതൊക്കെ കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇവിടെ താഴെ എഴുതിയിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ കാണുമ്പോൾ മോസ്റ്റ്ലി സർവീസസ് എല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു ചില സർവീസസ് എല്ലാം ഏതാണെന്ന് വെച്ചാൽ നമ്മളെ പേരിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആധാർ സേവാ കേന്ദ്ര ഓഫീസിൽ തന്നെ പോകേണ്ടി വരും. ഈ ഫ്യൂച്ചർ എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഇവിടെ ഈസി ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങൾ ഇവിടെ ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങളെ ബാങ്ക് ആധാർ സീഡിംഗ് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അഥവാ വെർച്വൽ ID കാർഡ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിലെല്ലാം ആധാർ കാർഡിന്റെ സെക്യൂരിറ്റിനെ കുറിച്ച് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ ഗവൺമെന്റ് ഒന്ന് ചെയ്തിരിക്കുകയാണ്. ഏതാണെന്ന് വെച്ചാൽ വെർച്വൽ ID നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ടെമ്പററി ആധാർ കാർഡ് നമ്പർ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതേപോലെ ഒറിജിനൽ ആധാർ കാർഡ് വന്നിട്ട് ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇത് കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കപ്പിളിന്റെ കേസിൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് പാരന്റ്സിന്റെ കേസിൽ. പാരന്റ്സിനെ കൊണ്ട് അഥവാ നിങ്ങൾ പുതിയ പാരന്റ്സ് ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പുതിയ പ്രൊഫൈലുകൾ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുമ്പോൾ ബേബി ജസ്റ്റ് അറൈവ്ഡ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുമ്പോൾ പകുതി സർവീസസ് കാണുന്നുണ്ടാകും. ബാക്കി ഞാൻ അകത്ത് കാണിച്ചു തരാം. അതേപോലെ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ
പകുതി യൂണിക് സർവീസസ് ഇവിടെ വരും. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇപ്പൊ നമ്മളിവിടെ കാണുമ്പോൾ നമ്മൾ അഥവാ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ കൊച്ചു ജനിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആധാറിന്റെ എൻറോൾമെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഇത് വന്നിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഓൺലൈനിലൂടെ ചെയ്യാൻ പറ്റൂല. പക്ഷേ നമുക്ക് ഈ ഒരു സർവീസ് കിട്ടുന്നുണ്ടാകും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആധാർ സേവാ കേന്ദ്ര ഓഫീസിൽ പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ലൈനിൽ നിൽക്കേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ട് നിങ്ങൾ ഓൺലൈനിലൂടെ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് വന്നിട്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ആധാർ കാർഡിന്റെ സെന്റർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മാപ്പ് ഓപ്പൺ ആകും. ഇവിടെ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണ്, സെന്റർ ഏതാണ്, ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പാരന്റ്സിന്റെ കേസിൽ വരുമ്പോൾ നിങ്ങളെ കുഞ്ഞ് എപ്പോഴാണ് വലുതാവുന്നോ അതോ 5 വയസ്സ് കഴിഞ്ഞിട്ട് എങ്ങനെ വെച്ചാൽ നിങ്ങൾ ആധാർ കാർഡ് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ കുഞ്ഞ് ജനിച്ച ഉടനെ നമുക്ക് ആധാർ കാർഡ് വന്നിട്ട് ക്രിയേറ്റ് ആയി കിട്ടും. പക്ഷെങ്കിൽ കുഞ്ഞ് ജനിച്ച ഉടനെ അതിനുശേഷം നിങ്ങൾ ആധാർ കാർഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ കൂടെ കുഞ്ഞിന്റെ ഫിംഗർ പ്രിന്റും ഫേസ് ഓതന്റിക്കേഷൻ വന്നിട്ട് ആയിട്ടുണ്ടാകില്ല. അപ്പോൾ ആ കേസിൽ ഇവിടെ 5 വയസ്സ് കഴിയുമ്പോൾ അപ്പോൾ ഇവിടെ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ നിമിത്തം ഒരുപാട് പിള്ളേരുടെ ആധാർ കാർഡ് വന്നിട്ട് ഇന്നാക്റ്റീവ് ആയിട്ടുണ്ടാകും. അതേപോലെ ആരും ഇത് അറിയാതെ ഇരിക്കുന്നുണ്ടാകും. ഇവിടെ വന്നിട്ട് ഗവൺമെന്റ് റൂള് വന്നിട്ട് 5 വയസ്സിൽ 15 വയസ്സിൽ എല്ലാവരും ആധാർ കാർഡ് അപ്ഡേറ്റ് ആയിരിക്കണം. അതേപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞത് 15 വയസ്സിന് മുകളിൽ അതോ 15 വയസ്സാകുമ്പോൾ നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അതേപോലെ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കൂടെ ഇവിടെ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും കൂടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തിലോ അതോ നെയിമിൽ എന്തെങ്കിലും കർശനം ഉണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നേരത്തെ പിള്ളേർക്ക് ഓടേണ്ടി വരുമായിരുന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷൻ കാണാൻ പറ്റും. ആർക്കാണെങ്കിലും നെയിം കറക്ഷൻ ചെയ്യാനോ അതോ ഡേറ്റ് ഓഫ് ബർത്ത് കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതേപോലെ ഞാൻ പിള്ളേരുടെ കേസിൽ കണ്ടിട്ടുണ്ട്. അഥവാ നിങ്ങളിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതോ മൈനർ കറക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കഴിയും. ഇതും ഒരു വലിയൊരു ഫ്യൂച്ചർ ആണ്. ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 75 റുപ്പീസ് പേ ചെയ്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനു വേണ്ടി നിങ്ങൾക്ക് ആധാർ സേവാ കേന്ദ്ര ഓഫീസിൽ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അഥവാ നിങ്ങൾ ഇവിടെ ന്യൂ ഹൗസിൽ ഷിഫ്റ്റ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷനുകൾ കാണാൻ പറ്റും. അപ്പോൾ ആ കാറ്റഗറി സർവീസസിന്റെ എല്ലാ ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ ആരെങ്കിലും വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ ഇവിടെ അതിന്റെ അക്കോർഡിംഗ് ഇവിടെ പ്രൊഫൈൽസ് ഇവിടെ കാണാൻ പറ്റും. അഥവാ നിങ്ങൾ ആരെങ്കിലും NRI ആണെങ്കിൽ NRIന്റെ കേസിൽ ഇവിടെ നിറയെ സർവീസസ് ഇവിടെ കാണാൻ പറ്റും. ഇതിന്റെ കൂടെ സ്റ്റുഡന്റ് കേസിൽ എന്തൊക്കെ സർവീസസ് കാണാൻ പറ്റും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതോ നെയിമിൽ എന്തെങ്കിലും കറക്ഷൻ ചെയ്യണോ അതോ അപ്ഡേഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. അഥവാ ഏതെങ്കിലും പിള്ളേർ പുതിയ ഫോൺ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ട് ആ ഫോൺ വന്നിട്ട് പേഴ്സണൽ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്തിൽ അവരെ പാരന്റ്സിന്റെ ഫോൺ നമ്പർ മാറ്റിയിട്ട് അവരെ ഫോൺ നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ആധാർ സൈഡിൽ നിന്ന് ഒരു പുതിയ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ ഫേസ് ഓതന്റിക്കേഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആധാർ സേവാ കേന്ദ്ര ഓഫീസിൽ പോയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 75 റുപ്പീസ് ചോദിക്കും. ഇവിടെ പേ ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഇനി ഇവിടെ നിങ്ങൾക്ക് ഓരോ ആൾക്കാരുടെ രീതിയിലുള്ള സർവീസസ് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ഇപ്പൊ ഒന്നും കൂടെ നമ്മൾ ഫ്രണ്ട് പേജിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണുമ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ കാണാൻ പറ്റും സർവീസസ്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഏതൊക്കെ സർവീസസ് ഉണ്ടോ ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലോഗിൻ ചെയ്തതിനു ശേഷം നമുക്ക് ഏതൊക്കെ സർവീസസ് നമുക്ക് കാണാൻ പറ്റുമെന്ന് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ആധാർ നമ്പർ ഇവിടെ കൊടുക്കണം. അതിനുശേഷം നമ്മളെ ക്യാപ്ച കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഇവിടെ സൈഡിൽ കാണുന്ന സെയിം ടു സെയിം ക്യാപ്ചയുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ വിത്ത് OTP ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോണിൽ ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കാണുമ്പോൾ എൻ്റെ ആധാറിന്റെ PVC കാർഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് സക്സസ്ഫുള്ളി ഓർഡർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ ബയോമെട്രിക് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അൺലോക്കും ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പോപ്പുലർ ആധാർ സർവീസസ് എന്തൊക്കെ ഉണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റും. എങ്ങനെ വെച്ചാൽ നിങ്ങൾ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾ എൻറോൾമെന്റ് അപ്ഡേറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ആധാർ സ്റ്റേറ്റസ് അറിയാൻ വേണ്ടിയിട്ട്, അതേപോലെ അഡ്രസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ബാങ്ക് സീഡിംഗ് സ്റ്റേറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അതിന്റെ കൂടെ നമുക്ക് അപ്ഡേറ്റ് സർവീസസ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് എല്ലാ സർവീസസ് കാണാൻ പറ്റും. നമ്മൾ ആധാർ PVC കാർഡ് ഓർഡർ ചെയ്യാൻ പറ്റും. അതേപോലെ ഫോട്ടോ അതോ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കീപ് ആധാർ സെക്യൂർ. ഇതിനെ കുറിച്ച് ഞാൻ ഫസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചെക്ക് ആധാർ സ്റ്റേറ്റസിനെ കുറിച്ച് ഇവിടെ കാണാൻ പറ്റും. അഥവാ ആരെങ്കിലും പുതിയ എൻറോൾമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റേറ്റസ് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. അഥവാ നമ്മൾ വ്യൂ ഓൾ സർവീസസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാ ടൈപ്പിന്റെ സർവീസസ് ഇവിടെ ഒരേ പേജിലേക്ക് കാണാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് ഈ സർവീസസ് എല്ലാം യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ പോർട്ടൽ വന്നിട്ട് ചെയ്യാൻ പറ്റും. നേരത്തെ കാര്യം ഈ പോർട്ടൽ വന്നിട്ട് കുറച്ചുകൂടെ ഈസി ആയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആധാർ കാർഡിന്റെ മിസ്യൂസിനെ വെച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് വന്നിട്ട് ഈ ഒരു പോർട്ടലിൽ ഒരു ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ അറിയാൻ പറ്റും. എവിടെയാണ് നമ്മളെ ആധാർ കാർഡ് വന്നിട്ട് യൂസ് ആകുന്നതെന്ന് പറഞ്ഞിട്ട്
അതേപോലെ എവിടെയൊക്കെ ആയിട്ടുണ്ട്, അതേപോലെ ഏതൊക്കെ ദിവസത്തിലായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ ഫിച്ച് ഓതന്റിക്കേഷൻ ഹിസ്റ്ററി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മളെ ട്രാൻസാക്ഷൻ കാറ്റഗറി ഇവിടെ കാണിക്കുന്നുണ്ടാകും. എവിടെ OTPയിലൂടെ നമ്മൾ ആധാർ കാർഡ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ ബയോമെട്രിക്കിലൂടെ എവിടെയൊക്കെ ഓതന്റിക്കേഷൻ ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ ഡെമോഗ്രാഫിക്കിലൂടെ എന്ന് വെച്ചാൽ ഫേസ് ഓതന്റിക്കേഷനിലൂടെ എങ്ങനെ എപ്പോഴാണ് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ നിങ്ങളെ നെയിം, അഡ്രസ് അതോ ഏതെങ്കിലും ഡോക്യുമെന്റിലൂടെ നിങ്ങൾക്ക് ചെയ്യുന്നത്, അതാണ് പറയുന്ന ഡെമോഗ്രാഫിക്. അതേപോലെ താഴോട്ട് നമുക്ക് കാണാൻ പറ്റും ഹിസ്റ്ററി, എവിടെയൊക്കെ നമ്മൾ ആധാർ കാർഡ് യൂസ് ചെയ്തിട്ടുണ്ട്, എത്രയൊക്കെ സക്സസ് ആയിട്ടുണ്ട്, ഏതൊക്കെ ഫെയിൽ ആയിട്ടുണ്ടെന്നെല്ലാം കാണിക്കുന്നുണ്ടാകും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കാണുമ്പോൾ ഡെമോഗ്രാഫിക്കിലൂടെ ഇവിടെ നാഷണൽ ഹെൽത്ത് ഏജൻസിയിലൂടെ ട്രൈ ചെയ്തിരിക്കുകയാണ്. ഇത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഇത് ഞാനാണോ ചെയ്തതെന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിങ്ങൾ കാണുമ്പോൾ ഈ ഒരു ഓതന്റിക്കേഷൻ വന്നിട്ട് ഫെയിൽ ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഒരുപാട് പേജസ് ഹിസ്റ്ററി ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ നമ്മൾ കാണുമ്പോൾ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഇവിടെയും നമ്മൾ ഓതന്റിക്കേഷൻ വന്നിട്ട് ഫെയിൽ ആയിട്ടുണ്ട്. ഓതന്റിക്കേഷൻ വന്നിട്ട് എപ്പോഴാണ് ചെയ്തത്, ഏത് മോഡിലൂടെയാണ് നമ്മൾ ചെയ്തത്, OTP ആണോ ബയോമെട്രിക് ആണോ ഇവിടെ കാണാൻ പറ്റും. അതേപോലെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് വന്നിട്ട് മിസ്യൂസ് ആകുന്നുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ ആധാർ കാർഡിനെ ഇവിടെ വന്നിട്ട് ലോക്ക് ചെയ്യാനും പറ്റും. അതിനെ എപ്പോൾ വേണമെങ്കിൽ ലോക്കും ചെയ്യാം, അൺലോക്കും ചെയ്യാം. ഇതിന്റെ കൂടെ നമുക്കൊരു പേയ്മെന്റ് ഹിസ്റ്ററി ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ കാണുമ്പോൾ ഏതിനാണ് പേയ്മെന്റ് ചെയ്തത്, എപ്പോഴാണ് ചെയ്തത് എന്നെല്ലാം ഇവിടെ കാണാൻ പറ്റും. സോ ഇതിന്റെ ഇപ്പൊ നമുക്ക് സർവീസ് കിട്ടി. അതിനുശേഷം ഇവിടെ നമ്മൾ കാണുമ്പോൾ അപ്ഡേഷൻ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതും ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ആണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് പേരെ മനസ്സിൽ ഓരോ സംശയങ്ങൾ കാണും. ഏതാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചു നേരം മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 വർഷം മുമ്പേ ഉള്ളവര്, അഥവാ നിങ്ങൾ ആധാർ കാർഡ് വന്നിട്ട് 10 വർഷത്തിന്റെ മുമ്പേ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആധാർ കാർഡ് വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ഈ ഒരു ഇൻഫർമേഷനുകൾ കാണാൻ പറ്റും. എവിടെയാണ് എപ്പോഴാണ് നമുക്ക് ആധാർ കാർഡ് വന്നിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഇവിടെ നമ്മൾ കാണുമ്പോൾ ഏത് വർഷം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നെല്ലാം കാണിക്കുന്നുണ്ടാകും. 2018, 2017 എല്ലാം കാണിക്കുന്നുണ്ടാകും. സോ ഇതേപോലെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ആധാർ കാർഡിൽ എപ്പോഴാണ് ഏതൊക്കെ സമയത്തിൽ നിങ്ങൾ ചേഞ്ചസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതേപോലെ നമ്മൾ ഈ പോർട്ടലിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഇന്ന് കണ്ടു. ഇനി മുതൽ ഈ പോർട്ടലിന്റെ അകത്തിലുള്ള ഓരോ സർവീസുകൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞു തരും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഹസ്ബൻഡിന്റെ പേര് എങ്ങനെ ആഡ് ചെയ്യുക, ചേഞ്ച് ചെയ്യുക, അതേപോലെ അച്ഛന്റെ പേര് എങ്ങനെ ആഡ് ചെയ്യുക, ചേഞ്ച് ചെയ്യുക എന്നതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിനുവേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി നമുക്ക് ഇനിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. അന്നേരം ബൈ.